കണ്ണൂരിലേക്ക് വരുന്നവരൊക്കെ കടലും കോട്ടയും ബീച്ചും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ നഗരത്തിൻ്റെ രാജകീയമായ ചരിത്രം സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അറബിക്കടലിൻ്റെ തീരത്തോട് ചേർന്ന് കണ്ണൂർ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മ്യൂസിയം. ഒരുപാട് കൊട്ടാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മുസ്ലിം രാജവംശത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരേ ഒരു കൊട്ടാരേ ഉള്ളൂ. അത് ഈ അറക്കൽ കൊട്ടാരമാണ്. അതായത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് ഈ അറക്കൽ രാജവംശം. പണ്ടുകാലത്തെ കടലിൽ കൂടിയുള്ള വ്യാപാരവും അവരുടെ വിദേശ ബന്ധങ്ങളും അവരുടെ നാവിക ശക്തിയും ഒക്കെ തുടങ്ങിയത് ഈ അറക്കൽ രാജാക്കന്മാരുടെ കാലത്താണത്രേ. അതായത് കണ്ണൂർ ഇത്രയും വലിയൊരു തുറമുഖ നഗരമായത് ഈ കാലത്താണ്. ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് അറക്കൽ മ്യൂസിയമായി മാറ്റിയിരിക്കുന്നത്. ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ്. അറക്കൽ രാജവംശത്തിൻ്റെ ജീനിയോളജിക്കൽ ടേബിൾ ഇവിടെ വളരെ വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് അറക്കൽ മ്യൂസിയമായി മാറ്റിയിരിക്കുന്നത്. പഴയ ഫർണിച്ചറുകൾ, രാജകുടുംബം ഉപയോഗിച്ച ആയുധങ്ങൾ, നാണയങ്ങൾ, ചൈനീസ് പാത്രങ്ങൾ, അറബിക് മലയാള ലിപിയിലുള്ള രേഖകൾ, ഓരോ വസ്തുവിനും പിന്നിൽ ഓരോ കഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മ്യൂസിയം അല്ല കേട്ടോ, ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ സ്മരണയാണ്. മ്യൂസിയത്തിന് പുറത്ത് കടലിൻ്റെ കാറ്റും ശാന്തമായ അന്തരീക്ഷമാണ്. ചരിത്രപ്രേമികൾക്ക് മാത്രമല്ല, കണ്ണൂരിൻ്റെ ആത്മാവ് അറിയാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene